Hello all, welcome to once. So S4 KTU question paper solution program ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. So analog circuits എന്ന് പറയുന്ന സബ്ജക്റ്റിലെ 4 modules നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഈ ഒരു സെഷനിൽ നമ്മൾ 5th മൊഡ്യൂൾ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ പാർട്ട് എ എന്നുള്ള ക്വസ്റ്റ്യൻ, 5th മൊഡ്യൂൾ പാർട്ട് എ എന്നുള്ള ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, illustrate the principle of output current boosting circuit in a voltage regulator. അതായത് ഒരു വോൾട്ടേജ് റെഗുലേറ്ററിലുള്ള ഔട്ട്പുട്ട് കറണ്ട് ബൂസ്റ്റിംഗ് സർക്യൂട്ടിൻ്റെ ആ ഒരു പ്രിൻസിപ്പിൾ, അതെങ്ങനെയാണ് കറണ്ട് ബൂസ്റ്റിംഗ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ചോദിച്ചേക്കുന്നത്. സോ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ നമ്മൾ വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് നോർമലി യൂസ് ചെയ്യാറുള്ളത് ഫൈനൽ സ്റ്റേജ് ആണ്. നമ്മുടെ പവർ സപ്ലൈയുടെ ഫൈനൽ സ്റ്റേജ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വോൾട്ടേജ് റെഗുലേറ്റർ ICs ആണ് അല്ലേ. 78 സീരീസ് വരുന്ന ICs ആണ്. സോ 7805, 7809 ആ ഒരു സീരീസ് വരുന്ന ICs പോസിറ്റീവ് പവർ സപ്ലൈ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും, അല്ലെങ്കിൽ 79 സീരീസ്. ഓക്കെ, സോ ഈ റെഗുലേറ്റർ ICയുടെ ഔട്ട്പുട്ടിൽ വരുന്ന കറണ്ട് ഒക്കെ അറൗണ്ട് ഒരു 1 ആംപിയർ ഈ ഒരു റേഞ്ചിലൊക്കെയാണ് വരുന്നത്. ഓക്കെ, സോ നമുക്കൊരു ഹൈ കറണ്ട് ആണ് നമ്മുടെ റിക്വയർമെൻ്റ് എങ്കിൽ ഔട്ട്പുട്ട് കറണ്ട് ഒരു അറൗണ്ട് ഒരു 10 ആംപിയർ റേഞ്ചിലൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ 1 ആംപിയർ കറണ്ട് ആണ് നോർമലി നമ്മുടെ 78 സീരീസ് ICയുടെ ഔട്ട്പുട്ടിൽ വരിക. അതിനൊന്ന് ബൂസ്റ്റ് ചെയ്യണം. സോ അതിന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സർക്യൂട്ടാണ് കറണ്ട് ബൂസ്റ്റിംഗ് സർക്യൂട്ട്. സോ ദിസ് കറണ്ട് ബൂസ്റ്റിംഗ് സർക്യൂട്ട് ഈസ് യൂസ്ഡ് അറ്റ് ദി ഔട്ട്പുട്ട് ഓഫ് ദി വോൾട്ടേജ് റെഗുലേറ്റർ IC. വോൾട്ടേജ് റെഗുലേറ്റർ ICയുടെ ഔട്ട്പുട്ടിലാണ് കറണ്ട് ബൂസ്റ്റിംഗ് സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. സോ കറണ്ട് ബൂസ്റ്റിംഗ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്പുട്ടിൽ ഒരു ട്രാൻസിസ്റ്റർ ആണ് കണക്ട് ചെയ്യുന്നത്, ഒരു BJT, ഒരു ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണ് ഔട്ട്പുട്ടിൽ ഷണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ട്രാൻസിസ്റ്റർ വി വിൽ ബൂസ്റ്റ് ദി ഔട്ട്പുട്ട് കറണ്ട്. ഔട്ട്പുട്ട് കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ ബൂസ്റ്റ് ചെയ്യും. സോ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഒരു പാരാമീറ്റർ ആണ് അതിൻ്റെ കറണ്ട് ഗെയിൻ ബീറ്റ. സോ ഡ്യൂ ടു ദിസ് പാരാമീറ്റർ ബീറ്റ വി ക്യാൻ ബൂസ്റ്റ് ദി ഔട്ട്പുട്ട് കറണ്ട്. സോ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് മാത്തമാറ്റിക്കലി ഒന്ന് നോക്കാം. സോ നമ്മളെ സർക്യൂട്ട് ഡയഗ്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കറണ്ട് ബൂസ്റ്റിംഗ് സർക്യൂട്ടും കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അതും കൂടെ ചേർത്തിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ നോർമൽ വോൾട്ടേജ് റെഗുലേറ്റർ. സോ ഇവിടെ ഒരു 5 വോൾട്ടിൻ്റെ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആണ് യൂസ് ചെയ്തേക്കുന്നത്, 7805. അതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് കോമൺ ഈ 3 ടെർമിനൽസ് കാണിച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ കറണ്ട് ബൂസ്റ്റ് ചെയ്യണം. സോ ബൂസ്റ്റ് ചെയ്യേണ്ട കറണ്ട്, ബൂസ്റ്റ് ചെയ്ത് കിട്ടുന്ന കറണ്ട് ഏതാണ്, IL ആണ്. സോ ഈ I0 എന്ന് പറയുന്ന കറണ്ട് നമുക്ക് ബൂസ്റ്റ് ചെയ്യണം. സോ IL ആണ് നമ്മുടെ ലോഡിന് അക്രോസ് കിട്ടുന്ന കറണ്ട്. സോ നമ്മളിതിൽ കണക്ട് ചെയ്തേക്കുന്ന ട്രാൻസിസ്റ്ററാണ് Q. ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് കറണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്, എമിറ്റർ കറണ്ട് കാണിച്ചിട്ടുണ്ട്, കളക്ടർ കറണ്ട് കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇൻപുട്ട് സപ്ലൈ എന്ന് പറയുന്നത്. സോ അതൊന്നൊരു റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, അതിലൂടെയുള്ള കറണ്ട് 6 കാണിച്ചിട്ടുണ്ട്. സോ എല്ലാ കറണ്ട്സും ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് കറണ്ട് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് പ്രൂവ് ചെയ്യണം. സോ കറണ്ട് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതിൻ്റെ എക്സ്പ്രഷനാണ് വേണ്ടത്, ILൻ്റെ എക്സ്പ്രഷനാണ് വേണ്ടത്. സോ നമ്മൾ ഈ ഒരു സർക്യൂട്ടിൽ നിന്ന് ILൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാണ്. സോ അതിനെന്ത് ചെയ്താൽ മതി, KCL അപ്ലൈ ചെയ്താൽ മതി. സോ ഈ ഒരു നോഡിൽ എന്ത് ചെയ്യുക, KCL അപ്ലൈ ചെയ്യുക. സോ അതിലേക്ക് വരുന്ന കറണ്ട് ഏതൊക്കെയാണ് വരുന്ന കറണ്ട്, I0 IC. അതൊന്ന് ലീവ് ചെയ്യുന്ന കറണ്ട് ഏതാണ്, IL ആണ്. സോ വാട്ട് ഈസ് എക്സ്പ്രഷൻ ഫോർ IL? IL ഈസ് I0 പ്ലസ് IC. സോ IL ഈസ് I0 പ്ലസ് IC ആണ്. I0 പ്ലസ് IC ആണ് IL എന്ന് പറയുന്നത്. സോ ICന് നമുക്ക് ഇൻ ടേംസ് ഓഫ് IB എഴുതാൻ പറ്റും. സോ ട്രാൻസിസ്റ്ററിൻ്റെ കറണ്ട് ഗെയിൻ BT ആണെന്നുണ്ടെങ്കിൽ, വി ക്യാൻ റൈറ്റ് ഫോർ ICനെ നമുക്ക് എന്താ എഴുതാം, ബീറ്റ IB എന്ന് എഴുതാൻ പറ്റും. സോ ദിസ് ഈസ് I0 പ്ലസ് IC. IC ഈസ് ബീറ്റ IB ആണ്. IC ഈസ് ബീറ്റ IB. ഓക്കെ, IC എന്ന് പറയുന്നത് എന്താണ്, ബീറ്റ IB ആണ്. ഇനി ഈ ഒരു നോഡിൽ ഞാൻ എന്ത് ചെയ്യാണ്, KCL അപ്ലൈ ചെയ്യാണ്. ഈ ഒരു നോഡിൽ KCL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, അതിലേക്ക് വരുന്ന കറണ്ട് IRും IB ആണ്. അതിന് ലീവ് ചെയ്യുന്ന കറണ്ട് ഏതാണ്, IIN ആണ്. സോ IIN ഇസ് ഈക്വൽ ടു IR പ്ലസ് IB. IIN ഇസ് ഈക്വൽ ടു IR പ്ലസ് IB. ഓക്കെ, സോ വാട്ട് ഈസ് IB? എന്താണ് IB ഇതെന്ന് വരിക? സോ ഫ്രം ദിസ് IB ഈസ് ഈക്വൽ ടു IIN മൈനസ് IR ആണ്. IIN മൈനസ് IR ആണ്. ഓക്കെ, സോ IIN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെഗുലേറ്റർ ICയുടെ ഇൻപുട്ട് കറണ്ട് ആണ്. സോ ഈ ഒരു കോമൺ ടെർമിനലിലുള്ള കറണ്ട്, ഇഫ് ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി 0 ആണെന്നുണ്ടെങ്കിൽ IIN വിൽ ബി അപ്രോക്സിമേറ്റ്ലി എന്തായിരിക്കും,
ഐ നോട്ട് ആയിരിക്കും. സോ ഐ ഇൻ വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഐ നോട്ട്. സോ ഞാൻ ഐൻ്റെ അവിടെ എന്ത് എഴുതാൻ പോവാണ്, ഐ നോട്ട് എഴുതാൻ പോവാണ്. സോ ഐ ഇൻ ഈസ് അപ്രോക്സിമേറ്റ്ലി ഐ നോട്ട് ബിക്കോസ് കോമൺ ടെർമിനലിലുള്ള കറണ്ട് വെരി സ്മോൾ ആണ്, 0 എടുക്കാം. ഇനി ഐ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റെസിസ്റ്ററിലൂടെയുള്ള കറണ്ടാണ് ഐ ആർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ബൈ ദിസ് റെസിസ്റ്റൻസ് ആണ്. സോ ഈ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ബേസ് ആൻഡ് ദിസ് ഈസ് എമിറ്റർ. സോ ഈ ഒരു വോൾട്ടേജ് എന്ത് വരും, വി ബി ഇ വരും. സോ നമുക്ക് എന്ത് എഴുതാം, വി ബി ഇ ബൈ ആർ എന്ന് എഴുതാം. വി ബി ഇ ബൈ ആർ, വി ബി ഇ ബൈ ആർ. സോ ഇതാണ് ഐ ബിയുടെ എക്സ്പ്രഷൻ. സോ ദിസ് ഈസ് എ എക്സ്പ്രഷൻ ഫോർ ഐ ബി. സോ ഞാൻ ആ എക്സ്പ്രഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ഐ എല്ലിനുള്ള എക്സ്പ്രഷൻ എനിക്ക് കിട്ടും. സോ ഐ എൽ ഇസ് ഈക്വൽ ടു ഐ നോട്ട് പ്ലസ് ബീറ്റ ഇൻറ്റു ഐ ബി. ഐ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, ഐ നോട്ട് മൈനസ് വി ബി ഇ ബൈ ആറ് വരും. വി ബി ഇ ബൈ ആറ് വരും. സോ ഞാൻ ഒന്നും കൂടെ എഴുതുകയാണ്, ഇതിനെ റീഅറേഞ്ച് ചെയ്തിട്ട്. സോ ദിസ് ഈക്വൽ ടു ബീറ്റ ഐ നോട്ട് പ്ലസ് ഐ നോട്ട് ബീറ്റ ഐ നോട്ട് പ്ലസ് ഐ നോട്ട് മൈനസ് ബീറ്റ വി ബി ഇ ബൈ ആർ. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ നോക്കുക, ഈ വി ബി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്കൺ ആണെങ്കിൽ 0.7 ഒക്കെയാണ്. സോ ഈ ടേം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഈ ഒരു 2 ടേം നോക്കുക. ഓക്കെ, സോ ഐ എൽ ഈസ് ബീറ്റ ടൈംസ് ഐ നോട്ട് പ്ലസ് ഐ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ നോട്ട് എന്ന് പറയുന്ന നമ്മുടെ റെഗുലേറ്ററിൻ്റെ ഔട്ട്പുട്ട് കറണ്ടിനെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, വി ആർ മൾട്ടിപ്ലൈയിങ് ഇറ്റ് വിത്ത് ബീറ്റ. സോ ബീറ്റ ടൈംസ് ഐ നോട്ട് എന്ന് പറഞ്ഞാൽ ബീറ്റയുടെ വാല്യൂ ആൾറെഡി ഹൈ ആണ്. സോ നമ്മളൊരു 100 കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാണ്. ബീറ്റ 100 ആണെങ്കിൽ 100 ടൈംസ് ഐ നോട്ട്. സോ ഐ നോട്ടിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഐ എല്ലിൻ്റെ എക്സ്പ്രഷനിലാണ് ഇങ്ങനെ ബീറ്റ ഐ നോട്ട് വരുന്നത്. സോ ഐ എല്ലിൻ്റെ വാല്യൂ എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. ബീറ്റയുടെ ടേം വരുന്നതുകൊണ്ട് ഐ എല്ലിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. ദാറ്റ് മീൻസ് ഔട്ട്പുട്ട് കറണ്ട് എന്താ ചെയ്തിരിക്കുന്നത്, ബൂസ്റ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുക. ഓക്കെ, സോ കറണ്ട് ബൂസ്റ്റിംഗ് ഈസ് അച്ചീവ്ഡ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദി വാല്യൂ ഓഫ് ബീറ്റ ആൻഡ് മാക്സിമം ഔട്ട്പുട്ട് കറണ്ട് ഓഫ് ദ റെഗുലേറ്റർ. അതായത് മാക്സിമം കറണ്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ബീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മാക്സിമം കറണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് കറണ്ട് ബൂസ്റ്റിംഗ് ഈസ് അച്ചീവ്ഡ്. കറണ്ട് ബൂസ്റ്റിംഗ് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ എഴുതേണ്ടത്. 3 മാർക്കേ ഉള്ളൂ. സർക്യൂട്ട് ഡയഗ്രാം, എല്ലാ ടേംസ് കാര്യങ്ങൾ പറയുക. മാത്തമാറ്റിക്കലി ഐ എല്ലിൻ്റെ എക്സ്പ്രഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ഡിറൈവ് ചെയ്യുക. ആ എക്സ്പ്രഷൻ്റെ ഹെൽപ്പോട് കൂടി ഹൗ കറണ്ട് ബൂസ്റ്റിംഗ് ഈസ് അച്ചീവ്ഡ് എന്നുള്ള കാര്യം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, 3 മാർക്കാണ് വരുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു വി മീൻ ബൈ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ, ഹൗ ഇറ്റ് ക്യാൻ ബി എലിമിനേറ്റഡ്. അതായത് പവർ ആംപ്ലിഫയറിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ. എന്താണത്, അതെങ്ങനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 3 മാർക്കാണ്. ഓക്കെ, സോ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ നമ്മൾ പവർ ആംപ്ലിഫയർ പല ടൈപ്സ് ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് എ ബി, ക്ലാസ് ഡി, അങ്ങനെ അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ട്. അതിൽ ക്ലാസ് ബി പവർ ആംപ്ലിഫയറിൽ വരുന്ന ഒരു ഇഷ്യൂ ആണ് ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. സോ ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് is a type of distortion which is caused by switching between devices driving a load. It is most commonly seen in complementary or push-pull class B amplifier stage. അതായത് push-pull class B പവർ ആംപ്ലിഫയറിൽ വരുന്ന ഒരു ഇഷ്യൂ ആണ് ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ. അതെന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ പുഷ് പുൾ ക്ലാസ് ബി പവർ ആംപ്ലിഫയർ. സോ ക്ലാസ് ബി പവർ ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടക്ഷൻ ആംഗിൾ എത്രയാണ്, 180 ഡിഗ്രിയാണ്. അതായത് നമ്മളൊരു ഇൻപുട്ട് സൈൻ വേവ് കൊടുത്താൽ അതിൻ്റെ 360 ഡിഗ്രിയിലും കണ്ടക്ഷൻ നടക്കില്ല. എത്ര ഡിഗ്രിയിലാണ് ക്ലാസ് ബി പവർ ആംപ്ലിഫയർ കണ്ടക്ട് ചെയ്യുക, 180 ഡിഗ്രിയിലാണ് കണ്ടക്ട് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് 360 ഡിഗ്രി വേണമെന്നുണ്ടെങ്കിൽ 2 ക്ലാസ് ബി പവർ ആംപ്ലിഫയർ വേണം. ഓക്കെ, സോ അതിൻ്റെ ഒരു കണക്ഷനെയാണ് നമ്മൾ ശരിക്കും ഈ പുഷ് പുൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് ഓൺ ആകുമ്പോൾ ഒരു ട്രാൻസിസ്റ്റർ എന്തായിരിക്കും, ഓഫ് ആയിരിക്കും. അടുത്ത സൈക്കിളിൽ സെക്കൻഡ് ട്രാൻസിസ്റ്റർ ഓൺ ആകുമ്പോൾ ഫസ്റ്റ് ട്രാൻസിസ്റ്റർ എന്തായിരിക്കും, ഓഫ് ആയിരിക്കും. ഒന്ന് പുഷ് ഒന്ന് പുൾ എന്നുള്ള രീതിയിലാണ് വരുന്നത്. സോ ആ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഈ ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ ഇത് ഓൺ ആവണമെന്നുണ്ടെങ്കിൽ എത്ര വോൾട്ട് വേണം, ബേസ് എമിറ്ററിൽ മിനിമം എത്ര വോൾട്ടെങ്കിലും വേണം, 0.7 വോൾട്ട് വേണം. ഓക്കെ, സോ ഈ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഇൻപുട്ട് അപ്ലൈ ചെയ്തു. സോ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് എ സൈൻ വേവ് ലൈക്ക് ദിസ്, സോ പോസിറ്റീവ് സൈക്കിളിൽ നമ്മളുടെ ഈ ഒരു ട്രാൻസിസ്റ്റർ ഓൺ ആയി.
സോ ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 0 വരുന്ന ഇൻസ്റ്റന്റിൽ ഇത് ഓൺ ആവില്ല. ഇൻപുട്ട് വോൾട്ടേജ് വെൻ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0.7 അത് ഓൺ ആവും. ഓക്കെ, ഇനി അടുത്ത അവസ്ഥകൾ നെഗറ്റീവ് അവസ്ഥകൾ വരുന്ന സമയത്ത് ഇത് ഓൺ ആവും. അപ്പോൾ ഇത് ഓൺ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വെൻ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0.7 വരുമ്പോഴാണ് ഇതിൻ്റെ ബേസ് എമിറ്റർ ജംഗ്ഷനിൽ വരുന്ന വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ 0.7 വരുമ്പോഴാണ്, റിവേഴ്സ് ബയസിൽ 0.7നേക്കാളും ഗ്രേറ്റർ വരുമ്പോഴാണ് ഇത് ഓൺ ആവുക. അപ്പോൾ ആ 0.7 എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവിടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ഡിസ്റ്റോഷൻ ഇവിടെ കാണാൻ പറ്റും. അതായത് ഈ ഒരു പോയിന്റിൽ ഇവിടെ എന്താണ്, ഒരു ഡിസ്റ്റോഷൻ ഉണ്ട്. ഈ ഡിസ്റ്റോഷനെ പറയുന്ന പേരാണ് ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻപുട്ട് വോൾട്ടേജ് ജസ്റ്റ് ഗ്രേറ്റർ ദാൻ 0.7 വരുമ്പോഴാണ് ഓൺ കണ്ടീഷനിലേക്ക് ട്രാൻസിസ്റ്റർ സ്വിച്ച് ചെയ്യുക. സോ 0 to 0.7 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിൽ നമ്മുടെ ഡിവൈസ് ട്രാൻസിസ്റ്റർ ഡിവൈസ് എന്താവും, ഓഫിലായിരിക്കും, കട്ട് ഓഫിലായിരിക്കും. അതുകൊണ്ട് ഉണ്ടാകുന്ന ഡിസ്റ്റോഷനെ പറയുന്ന പേരാണ് ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ. ഇത് ക്ലാസ് ബി ആംപ്ലിഫയർ, ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലാണ് നമുക്ക് ഈ ഒരു ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ കാണാൻ സാധിക്കുക. അപ്പോൾ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും? നമ്മൾ ഇൻപുട്ടിൽ എന്ത് ചെയ്യും, ബയാസ് ചെയ്ത് വെക്കണം. എത്ര വോൾട്ടിലെങ്കിലും, മിനിമം 0.7 വോൾട്ടിലെങ്കിലും നമ്മൾ ട്രാൻസിസ്റ്ററിനെ, രണ്ട് ട്രാൻസിസ്റ്ററിനെയും മിനിമം 0.7 വോൾട്ടിൽ ബയാസ് ചെയ്ത് വെച്ച് പിന്നെ നേരിട്ട് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമല്ല. ആ 0.7ൽ അത് ബയാസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ തന്നെ ട്രാൻസിസ്റ്റർ എന്താവും, ഓൺ ആവും. സോ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ എലിമിനേറ്റ് ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ. ഏത് രീതിയിൽ എലിമിനേറ്റ് ചെയ്യാം? ടു എലിമിനേറ്റ് ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ ബോത്ത് ട്രാൻസിസ്റ്റേഴ്സ് ഇൻ ദി പുഷ് പുൾ അറേഞ്ച്മെന്റ് മസ്റ്റ് ബി ബയാസ്ഡ്. ബയാസ് ചെയ്യണം. നേരത്തെ ബയാസിങ് ഉണ്ടായിരുന്നില്ല, 0 ബയാസ് ആയിരുന്നു. ഓക്കെ, മസ്റ്റ് ബി ബയാസ്ഡ് സ്ലൈറ്റ്ലി എബവ് കട്ട് ഓഫ്, സ്ലൈറ്റ്ലി എബവ് കട്ട് ഓഫ് വെൻ ദർ ഇസ് നോ സിഗ്നൽ. അതായത് ജസ്റ്റ് 0.7 റേഞ്ചിലേക്കെങ്കിലും നമ്മൾ അതിനെ ബയാസ് ചെയ്ത് വെച്ചാൽ ഇൻപുട്ട് കൊടുക്കുന്ന ഇൻസ്റ്റൻറ്റിൽ തന്നെ ട്രാൻസിസ്റ്റർ ഓൺ ആവും. നമ്മുടെ ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. സോ ക്ലാസ് എ ബി പവർ ആംപ്ലിഫയറിലാണ് ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, എലിമിനേറ്റ് ചെയ്യുന്നത്. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യും, ബയാസിങ് കൊടുത്തിട്ടുണ്ടാവും. സോ അതിനുള്ള രണ്ട് സർക്യൂട്ടാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഒന്ന് വോൾട്ടേജ് ഡിവൈഡർ ബയാസ് ആണ് അപ്ലൈ ചെയ്തേക്കുന്നത്. ഒരു കേസിൽ എന്താണ്, ഡയോഡ് ബയാസിങ് സർക്യൂട്ടാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ സർക്യൂട്ട് നോക്കുക. സോ Q1 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ NPN ആണ്, Q2 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ PNP ആണ്. ഇതാണ് നമ്മുടെ കോംപ്ലിമെൻ്ററി അല്ലെങ്കിൽ പുഷ് പുൾ ക്ലാസ് ബി പവർ ആംപ്ലിഫയർ. ഇവിടെ അങ്ങനെ തന്നെയായിരുന്നു. ഇത് NPN ആണ്, ഇതെന്താണ്, PNP ആണ്. ഓക്കെ, സോ ഇതിൽ വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് വെച്ചിട്ട്, അതായത് റെസിസ്റ്റേഴ്സ്, വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റേഴ്സ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ആൾറെഡി ഇതിൻ്റെ ബേസ് ബയാസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് എബവ് 0.7. അത് നമ്മൾ ആ കട്ട് ഇൻ വോൾട്ടേജ് വെച്ചിട്ട് ബയാസ് ചെയ്ത് വെച്ചതുകൊണ്ട് നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്ന ഇൻസ്റ്റൻറ്റിൽ തന്നെ അതെന്താവും, ഓൺ കണ്ടീഷനിലേക്ക് പോകും. സോ പോസിറ്റീവ് വരുന്ന സമയത്ത് ഫസ്റ്റ് ട്രാൻസിസ്റ്റർ Q1 ഓൺ ആവും, Q2 എന്താവും, ഓഫ് ആവും. ഇനി നെഗറ്റീവ് വരുന്ന സമയത്ത് Q2 ഓൺ ആവും, Q1 എന്താവും, ഓഫ് ആവും. സോ രണ്ടും കൂടെ സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 360 ഡിഗ്രി കിട്ടും. ഓക്കെ, സോ 180 ഡിഗ്രിയാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്, ഇത് 180 ഡിഗ്രി. ആ രീതിയിൽ ടോട്ടൽ 360 ഡിഗ്രിയാണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടേണ്ടത്. സോ അതിൽ ആ ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ, ഇവിടെയാണ് നമുക്ക് ആ ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ ഉണ്ടായിരുന്നത്, അതിപ്പോൾ റിമൂവ് ആയി. ബിക്കോസ് ഇൻപുട്ട് സൈഡിൽ നമ്മളെ വോൾട്ടേജ് ഡിവൈഡർ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിവൈഡർ വെച്ചിട്ട് ബയാസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതല്ലെങ്കിൽ വേറെ രീതിയിൽ നമുക്ക് ഡയോഡ് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാം, ബയാസിങ് ചെയ്യാം. സോ ഡയോഡിൻ്റെ ആ ഒരു കട്ട് ഇൻ വോൾട്ടേജ് 0.7 വോൾട്ടേജ് വെച്ച് ആൾറെഡി ഇതിനെ ബയാസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് കൊടുക്കുന്ന ഇൻസ്റ്റൻറ്റിൽ തന്നെ ട്രാൻസിസ്റ്റർ എന്താവും, ഓൺ കണ്ടീഷനിലേക്ക് വരും. സോ നമുക്ക് ആ ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ്റെ ഇഷ്യൂ റിമൂവ് ആയി കിട്ടും. ഓക്കെ, സോ ഈ രീതിയിൽ നമുക്ക് ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ റിമൂവ് ചെയ്യാം. സോ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ എന്താണ് ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ എന്നുള്ളത് എഴുതുക, അത് ഏത് സർക്യൂട്ടിലാണ് ഒബ്സർവ് ചെയ്യുന്നത് എന്നുള്ളത് എഴുതുക, അതെങ്ങനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള മെത്തേഡ് എഴുതുക. സോ എലിമിനേറ്റ് ചെയ്യാൻ ഉള്ള ഒരു മെത്തേഡ് വെച്ചിട്ടുള്ള ഒരു സർക്യൂട്ട് ഡയഗ്രാം ഒരു സാമ്പിളായിട്ട് വരയ്ക്കുക. ഓക്കെ, ഇത്രയാണ് നിങ്ങളതിൽ എഴുതേണ്ടത്. അപ്പോൾ പാർട്ട് എ എന്നുള്ള 2 ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തു. ഇനി പാർട്ട് ബി എന്നുള്ള essay ക്വസ്റ്റ്യൻ ആണ്. സോ 2 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം, മാൻഡേറ്ററി ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. സോ അതിൽ 2 ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 14 മാർക്കിന്, 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടൊന്നുമില്ല, ഡയറക്റ്റ്ലി 14 മാർക്കിനാണ് ചോദിച്ചേക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി വേരിയേഷൻ ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ്? What are the factors affecting the variation in output voltage of voltage regulator? അതായത് വോൾട്ടേജ് റെഗുലേറ്ററിൽ ഔട്ട്പുട്ട് വോൾട്ടേജിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ.
ഓക്കെ, സോ നമുക്കറിയാം എന്താ വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ വോൾട്ടേജ് റെഗുലേറ്റർ പ്രൊഡ്യൂസസ് കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ചേഞ്ചസ് ഇൻ ലോഡ് ആൻഡ് ഇൻപുട്ട്. അതായത് നമ്മൾ ലോഡിൽ വേരിയേഷൻ വരുത്തിയാലോ ഇൻപുട്ടിൽ വേരിയേഷൻ വരുത്തിയാലോ നമ്മുടെ വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യില്ല. സോ ഇറ്റ് പ്രൊഡ്യൂസസ് കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി വേരിയേഷൻ ഇൻ ഇൻപുട്ട് ആൻഡ് ലോഡ്. സോ ഏതൊക്കെ പാരാമീറ്റേഴ്സിനെയാണ്, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ വേരിയേഷനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ലോഡ് കറണ്ട് ആണ്. എന്ന് പറഞ്ഞാൽ ലോഡ് വേരി ചെയ്യുമ്പോൾ ലോഡ് കറണ്ട് മാറും. ഓക്കെ, ലോഡ് റെസിസ്റ്റൻസ് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ലോഡ് കറണ്ട് മാറും. സോ ലോഡ് കറണ്ടിൽ വേരിയേഷൻ വന്നാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ശരിക്ക് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഒരു നല്ലൊരു വോൾട്ടേജ് റെഗുലേറ്റർ ആണെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വേരിയേഷൻ ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് വോൾട്ടേജ് റെഗുലേറ്ററിൽ ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, ലോഡ് കറണ്ട് ആണ്. ഇനി ഇൻപുട്ടിൽ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ഫ്ലക്ച്വേഷൻ വന്നാലും ഔട്ട്പുട്ട് എന്ത് ചെയ്യാൻ പാടില്ല, നല്ലൊരു വോൾട്ടേജ് റെഗുലേറ്ററിൽ ചേഞ്ച് ചെയ്യാൻ പാടില്ല. സോ ഇൻപുട്ട് വോൾട്ടേജിലുള്ള വേരിയേഷൻ, ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൈൻ വോൾട്ടേജ് ആണ്. ഓക്കെ, സോ സെക്കൻഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ലൈൻ വോൾട്ടേജ് ആണ്. ആൻഡ് തേർഡ് ഒരു ചെറിയൊരു ഫാക്ടറും കൂടെ ഉണ്ട്, അതെന്താണ്, ടെമ്പറേച്ചറാണ്. ഓക്കെ, സോ നമ്മൾ വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ ഒക്കെ ഒരു സർക്യൂട്ട് ഡയഗ്രം എടുക്കുമ്പോൾ അതിൽ ഡയോഡൊക്കെ ഉണ്ട്. സോ ഡയോഡിൽ കറണ്ട് എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് ഫംഗ്ഷനാണ്, സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. സോ അത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ ടെമ്പറേച്ചർ മാറുമ്പോൾ അതിലൂടെയുള്ള ഇലക്ട്രോൺ ഹോൾ പെയർ മൂവ്മെൻറ്റ്, അതിൻ്റെ ജനറേഷൻ റേറ്റ് കാര്യങ്ങളൊക്കെ മാറി, ലീക്കേജ് കറണ്ടിൻ്റെ ഒക്കെ വാല്യൂ മാറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് മാറും, കറണ്ട് കാര്യങ്ങൾ മാറും. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് കാര്യങ്ങൾ ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ടെമ്പറേച്ചറിൽ ചേഞ്ച് വന്നാലും ഒരു നല്ലൊരു വോൾട്ടേജ് റെഗുലേറ്റർ ആണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം. ഓക്കെ, സോ വാട്ട് ആർ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വേരിയേഷൻ ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് വോൾട്ടേജ് റെഗുലേറ്റർ? നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് ഇതാണ്, ലോഡ് കറണ്ട്, ലൈൻ വോൾട്ടേജ്, ടെമ്പറേച്ചർ. സോ നമ്മളൊരു ചെറിയൊരു സെക്ഷനുള്ള ആൻസർ പറഞ്ഞു. സോ അടുത്ത അതിൻ്റെ കൂടെ കമ്പൈൻഡ് ആയിട്ട് വന്നിരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യനും കൂടെ നോക്കാം. വിത്ത് എ സർക്യൂട്ട് ഡയഗ്രാം explain how load and line regulations are achieved in a ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ. അതായത് ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്ററിൽ എങ്ങനെയാണ് ലൈൻ റെഗുലേഷനും ലോഡ് റെഗുലേഷനും അച്ചീവ് ചെയ്തിരിക്കുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് സർക്യൂട്ട് ഡയഗ്രം ആണ്. ഓക്കെ, സോ ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. സോ ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ നമുക്ക് സെനഡയോഡ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ അവർ ചോദിച്ചിരിക്കുന്നത് ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ടുള്ള ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്ററിൽ എങ്ങനെയാണ് ലൈൻ ആൻഡ് ലോഡ് റെഗുലേഷൻസ് അച്ചീവ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇതിൽ ചെയ്യേണ്ടത് ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ യൂസിങ് ട്രാൻസിസ്റ്റർ, അതാണ് ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ടുള്ള ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. സോ ഇതാണ് ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ബൈ യൂസിങ് ട്രാൻസിസ്റ്റർ, അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ ഡയഗ്രാമാണ്. സോ ഇതാണ് നമ്മുടെ അൺറെഗുലേറ്റഡ് പവർ സപ്ലൈ, ഇൻപുട്ട് സപ്ലൈ എന്ന് പറയുന്നത്. ദർ ഇസ് എ സീരീസ് റെസിസ്റ്റൻസ് RS, ഒരു സെനർ ഡയോഡ് ഉണ്ട്, അതിൻ്റെ സെനർ വോൾട്ടേജ് ആണ് VZ എന്ന് പറയുന്നത്. ദെൻ ദർ ഇസ് എ ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് കറണ്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, കളക്ടർ കറണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, ബേസ് എമിറ്റർ ജംഗ്ഷൻ വോൾട്ടേജ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ ഔട്ട്പുട്ട് സൈഡ് നോക്കുക, ഇതാണ് നമ്മുടെ ലോഡിന് അക്രോസ് ഔട്ട്പുട്ട് വോൾട്ടേജ് എടുത്തിട്ടുണ്ട്, ലോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് IL മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ട്രാൻസിസ്റ്ററും കൂടെ ഇതിൽ വരുന്നുണ്ട് ഷണ്ട് പാത്തിൽ. സോ ട്രാൻസിസ്റ്റർ ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. വെറും സെനഡയോഡ് മാത്രമല്ല, സെനഡയോഡിൻ്റെ കൂടെ ഇതും കൂടെ വരുന്നുണ്ട്, ട്രാൻസിസ്റ്ററും കൂടെ വരുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ ഒരു വർക്കിംഗ് കാര്യങ്ങൾ എങ്ങനെ ലൈൻ ലോഡ് റെഗുലേഷൻസ് അച്ചീവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലൈൻ ആൻഡ് ലോഡ് റെഗുലേഷൻസ് ഏത് രീതിയിൽ അച്ചീവ് ചെയ്യുന്നു എന്നുള്ള കേസും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കുക, ഔട്ട്പുട്ട് സൈഡിൽ നമുക്ക് ലോഡിന് അക്രോസ് ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നത്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിൻ്റെയൊക്കെ സമ്മാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇതാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാത്ത് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സം ഓഫ് സെനർ വോൾട്ടേജ് പ്ലസ് ട്രാൻസിസ്റ്റർ ബേസ് എമിറ്റർ ജംഗ്ഷൻ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Vout is equal to VZ plus VBE ആണ്. VZ plus
വി ബി ഇ ആണ്, വി സെഡ് പ്ലസ് വി ബി ഇ ആണ്. ഓക്കെ, സോ ഏത് രീതിയിലാണ് നമുക്കിത് റെഗുലേഷൻസ് അച്ചീവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാന്ന് വിചാരിക്കുക. ഫസ്റ്റ് കേസ് ഞാൻ പറയുകയാണ്, ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാണ്. സോ ഇഫ് യു ആർ ഇൻക്രീസിങ് ദി ഇൻപുട്ട് വോൾട്ടേജ്, സോ ഇൻപുട്ട് വോൾട്ടേജ് ഇവിടെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എന്ത് കൂടും? ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടേണ്ടതാണ് അല്ലേ? ഇൻപുട്ട് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് പ്രൊപ്പോർഷണൽ ആയിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടണം. സോ ഇൻപുട്ട് വോൾട്ടേജ് കൂടുക എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യാന്നാണ് മീനിങ്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇതിൽ ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെനർ വോൾട്ടേജ് ഒരു കോൺസ്റ്റന്റ് ആണ്. നമ്മളിപ്പോൾ ഒരു 5 വോൾട്ട് സെനർ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 5 വോൾട്ട്, അത് 5-ൽ തന്നെ നിൽക്കും. ഓക്കെ, സോ സെനർ വോൾട്ടേജ് ഈസ് എ കോൺസ്റ്റന്റ്. സോ ഇത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടും. സോ ഔട്ട്പുട്ട് കൂടുക എന്ന് പറയുമ്പോൾ സെനറിൽ ചേഞ്ച് ഒന്നുമില്ല, പിന്നെ ഏത് കൂടണം? വി ബി ഇ കൂടണം. ഓക്കെ, സോ വി ബിയുടെ വാല്യൂ ആണ് എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്യുക. സോ ആസ് എ റിസൾട്ട് വി ബിയുടെ വാല്യൂ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. സോ വി ബിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഈ സർക്യൂട്ടിൽ ചേഞ്ച് ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. സോ ഇഫ് ദ ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസസ്, വി ബിയുടെ വാല്യൂ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സോ വി ബിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. സോ വി ബിയുടെ വാല്യൂ ഇനീഷ്യലി ഇൻക്രീസ് ചെയ്തു. സോ ആക്ച്വലി വെൻ വി ഇൻ ഇൻക്രീസസ്, ദ കറണ്ട് ഐ ഇൻ ആൾസോ ഇൻക്രീസസ്. നമ്മൾ ഇൻപുട്ട് കൂട്ടുമ്പോൾ ഇൻപുട്ടിൽ നിന്ന് വരുന്ന കറണ്ട് ഐ ഇൻ എന്ത് ചെയ്യുന്നുണ്ട്? ഐ ഇൻ ആൾസോ ഇൻക്രീസസ്. സോ ഈ ഐ ഇൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് അക്രോസുള്ള ഡ്രോപ്പ് എന്ത് ചെയ്യും? ഇതിന് അക്രോസുള്ള ഡ്രോപ്പ് ഇൻക്രീസ് ചെയ്യും. സോ വെൻ ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസസ്, ഐ ഇൻ ഇൻക്രീസസ്. സോ ആസ് എ റിസൾട്ട് ദ ഡ്രോപ്പ് അക്രോസ് ആർ എസ്, ഇറ്റ് വിൽ ആൾസോ ഇൻക്രീസസ്. സോ ഡ്രോപ്പ് കൂടും. ഓക്കെ, സോ ഈ ഡ്രോപ്പ് കൂടിക്കഴിഞ്ഞാൽ, ഇതിന് അക്രോസുള്ള ഡ്രോപ്പ് കൂടിക്കഴിഞ്ഞാൽ പിന്നെന്താണ്? അത് കഴിഞ്ഞിട്ടുള്ള വോൾട്ടേജ് ആണ് ഔട്ട്പുട്ടിലേക്ക് എത്തുന്നത്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് ചെയ്യും? കുറയുകയാണ് ചെയ്യുക. ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയുകയാണ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ഔട്ട്പുട്ട് വോൾട്ടേജിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഇൻക്രിമെൻ്റ് ഇപ്പം എന്ത് ചെയ്തു? കോമ്പൻസേറ്റ് ചെയ്ത് കുറച്ചു എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ കീപ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, സോ ആദ്യം നമ്മൾ ഇൻപുട്ട് കൂട്ടുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടേണ്ടതാണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ബി എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ് വേണ്ടത്. സോ ഇൻപുട്ട് വോൾട്ടേജ് കൂടുന്ന സമയത്ത് ഈ കറണ്ട് കൂടുന്നു. കറണ്ട് കൂടുമ്പോൾ ആർ എസിന് അക്രോസുള്ള ഡ്രോപ്പ് കൂടും. സോ ആർ എസിന് അക്രോസുള്ള ഡ്രോപ്പ് കൂടിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ടിലേക്ക് വരുന്ന വോൾട്ടേജ് എന്ത് ചെയ്യുക ചെയ്യുന്നത്? കുറയുകയാണ് ചെയ്യുന്നത്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയുകയാണ് ചെയ്യുക. സോ ഡിക്രീസ് ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ് കോമ്പൻസേറ്റ് ദ ഇനീഷ്യൽ increase, maintaining the output voltage a constant. So output voltage is maintained constant. Output voltage എന്ത് ചെയ്തു? കോൺസ്റ്റൻ്റ് ആവുകയാണ് ചെയ്യാം. ഇനി ഇൻപുട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റിവേഴ്സ് ആക്ഷൻ നടക്കും. ഓക്കെ, സോ ഇൻപുട്ടിലുള്ള ആ വേരിയേഷൻ എന്ത് ചെയ്തു? നമ്മൾ നള്ളിഫൈ ചെയ്യാണ് ചെയ്യുക. ദാറ്റ് മീൻസ് നമ്മൾ എന്ത് ചെയ്തു? ലൈൻ റെഗുലേഷൻ അച്ചീവ് ചെയ്തു. ലൈൻ റെഗുലേഷൻ അച്ചീവ് ചെയ്തു. സോ എന്താണ് ലൈൻ റെഗുലേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൈൻ റെഗുലേഷൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ചേഞ്ച് ഇൻ ഇൻപുട്ട് വോൾട്ടേജ് ഇൻറ്റു 100% പെർസെൻറ്റേജിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാറ്. സോ ലൈൻ റെഗുലേഷൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. സോ ഇൻപുട്ടിൽ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഇൻപുട്ട് സപ്ലൈ ലൈൻ വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് എത്രത്തോളം ഔട്ട്പുട്ട് വോൾട്ടേജിൽ ചേഞ്ച് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ലൈൻ റെഗുലേഷൻ. സോ ലൈൻ റെഗുലേഷൻ്റെ വാല്യൂ ഒക്കെ എന്താണ്? വളരെ ലോ വാല്യൂ ആണ് നമുക്ക് നോർമലി വേണ്ടത് അല്ലേ? ഔട്ട്പുട്ടിൽ ആ ഫ്ലക്ച്വേഷൻ പാടില്ല. ഇൻപുട്ടിൽ ലൈൻ വോൾട്ടേജ് ചേഞ്ച് ചെയ്താൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയി നിൽക്കണം. സോ ലൈൻ റെഗുലേഷൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഇനി നമുക്ക് ലോഡ് റെഗുലേഷൻ്റെ കേസ് നോക്കാം. സോ ലോഡ് റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നോ ലോഡ് മൈനസ് വി ഫുൾ ലോഡ് ഡിവൈഡ് ബൈ വി ഫുൾ ലോഡ് ഇൻറ്റു 100% ആണ്. വി നോ ലോഡ് മൈനസ് വി ഫുൾ ലോഡ് ഡിവൈഡ് ബൈ വി ഫുൾ ലോഡ് ഇൻറ്റു 100% ആണ്. നമ്മൾ ലോഡിൽ വേരിയേഷൻ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ലോഡ് റെഗുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ലോഡിൽ ചേഞ്ച് ആ ഒരു കേസ് നോക്കാം. സോ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ഈ ഒരു കേസ് എന്ന് പറയുന്നത് ലൈൻ റെഗുലേഷൻ്റെ കേസായിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലോഡ് റെഗുലേഷൻ്റെ കേസാണ്. ഓക്കെ, ഇനി ലോഡ് റെസിസ്റ്റൻസ് നമ്മൾ ഡിക്രീസ് ചെയ്തു എന്ന് വിചാരിക്കാം. നമ്മൾ ഇതിൽ ലോഡ് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, സോ ലോഡ് റെസിസ്റ്റൻസ് നമ്മൾ ഡിക്രീസ് ചെയ്തു. ലോഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RL ആണ് ലോഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ലോഡ് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അതിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താ ചെയ്യേണ്ടത്? ആ ഒരു റേഷ്യോയിൽ
കുറയാണ് വേണ്ടത്. ദാറ്റ് മീൻസ് ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയാണ് വേണ്ടത്. ഓക്കെ, സോ ദ കറണ്ട് ത്രൂ ദ ലോഡ്, അങ്ങനെയാണെങ്കിൽ അതായത് ലോഡ് റെസിസ്റ്റൻസ് കുറയുമ്പോൾ ഈ ലോഡിലൂടെയുള്ള കറണ്ടിന് എന്താ സംഭവിക്കുക? ലോഡിലൂടെയുള്ള കറണ്ട് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. ലോഡിലൂടെയുള്ള കറണ്ട് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. സോ ദ കറണ്ട് ത്രൂ ദ ലോഡ് ഇൻക്രീസസ്. കറണ്ട് ത്രൂ ദ ലോഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. സോ ഈ ലോഡിലൂടെയുള്ള കറണ്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഇൻപുട്ട് കോൺസ്റ്റന്റ് ആക്കി വെച്ചിരിക്കുകയാണ്. സോ ലോഡിലൂടെയുള്ള കറണ്ട് കൂടിക്കഴിഞ്ഞാൽ, ഇൻപുട്ടിൽ നിന്ന് വരുന്ന കറണ്ട് കോൺസ്റ്റന്റ് ആണ്. സോ ലോഡിലൂടെയുള്ള കറണ്ട് കൂടിക്കഴിഞ്ഞാൽ ഈ ഐ ബിയും ഐ സി എന്ത് ചെയ്യും? അതിനനുസരിച്ച് കുറയണം. കാരണം ഇൻപുട്ടിൽ നിന്ന് വരുന്ന ഫിക്സഡ് ആണല്ലോ, ഇൻപുട്ട് വോൾട്ടേജ് കീപ് കോൺസ്റ്റന്റ് ആണ്. സോ ഇൻപുട്ടിൽ വരുന്ന കറണ്ട് കോൺസ്റ്റന്റ് ആണ്. സോ ലോഡിലേക്ക് കൂടുതൽ കറണ്ട് വലിച്ചു കഴിഞ്ഞാൽ ഈ ഐ ബിയും ഐ സിയുടെയും വാല്യൂ എന്താ ചെയ്യുക? കുറയാണ് ചെയ്യുക. സോ ദ വാല്യൂ ഓഫ് ബേസ് ആൻഡ് കളക്ടർ കറണ്ട് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, സോ ആ കറണ്ട് ഡിക്രീസ് ചെയ്യുന്നു. സോ ദ വോൾട്ടേജ് അക്രോസ് സീരീസ് റെസിസ്റ്റർ ബിക്കംസ് ലോ. അതായത് ഇവിടുന്ന് വരുന്ന കറണ്ട് കുറയുന്നു. സോ ദ വോൾട്ടേജ് അക്രോസ് ഈ സീരീസ് റെസിസ്റ്റർ എന്ത് ചെയ്യുന്നു? സീരീസ് റെസിസ്റ്റർ കുറയാണ് ചെയ്യുന്നത്. സോ ഇൻപുട്ട് കറണ്ട് വിൽ ബി കോൺസ്റ്റന്റ്. ഓക്കെ, സോ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് അപ്പിയേഴ്സ് വിൽ ബി ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ദ സീരീസ്. അതായത് ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഈ ഒരു ഇൻപുട്ട് വോൾട്ടേജ് മൈനസ് ഇതാണ്. ഓക്കെ, സോ ഈ ഒരു ഇൻപുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. സോ ഈ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദിസ് റെസിസ്റ്റർ കുറഞ്ഞു കഴിഞ്ഞാൽ, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താ ചെയ്യുക? ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ഇൻക്രീസസ്. അപ്പം നേരത്തെ ഡിക്രീസ് ചെയ്യാണ് ചെയ്തത്, ഇപ്പോൾ അത് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്ത് കോൺസ്റ്റന്റ് ആക്കിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. സോ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് അപ്പിയേഴ്സ് വിൽ ബി ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ അപ്ലൈഡ് വോൾട്ടേജ് ആൻഡ് ദ സീരീസ് വോൾട്ടേജ് ഡ്രോപ്പ് VS. So hence the output voltage will be increased. Output voltage will be increased to compensate the initial decrease so that output value will remains constant. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് റെഗുലേഷൻ അച്ചീവ് ചെയ്തു. ഓക്കെ, സോ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. സോ ഈ രീതിയിലാണ് ലോഡ് റെഗുലേഷൻ അച്ചീവ് ചെയ്യുന്നത്. ലോഡ് റെഗുലേഷൻ എന്താണെന്നുള്ള കേസ് നമ്മൾ ഇവിടെ പറഞ്ഞു. സോ ലൈൻ റെഗുലേഷനും ലോഡ് റെഗുലേഷനും അച്ചീവ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ആൻസർ ചെയ്യേണ്ടത്. ഫാക്ടേഴ്സ് ഏതൊക്കെയും ചോദിച്ചു, അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ദെൻ ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ, ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ടുള്ള ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ വർക്കിങ്ങും അത് എങ്ങനെയാണ് ലൈൻ ആൻഡ് ലോഡ് റെഗുലേഷൻ അച്ചീവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. സോ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം കാര്യങ്ങൾ വെച്ച് നമ്മൾ രണ്ട് റെഗുലേഷനും, ലൈൻ റെഗുലേഷനും ലോഡ് റെഗുലേഷനും എങ്ങനെ അച്ചീവ് ചെയ്യുന്നു എന്നുള്ളതും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഫുൾ മാർക്ക് കിട്ടും. 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് പാർട്ട് ബി എന്നുള്ള അടുത്ത ക്വസ്റ്റ്യൻ. സോ പാർട്ട് ബി എന്നുള്ള ക്വസ്റ്റ്യൻ 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡയറക്റ്റ് ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്, 14 മാർക്ക്. സോ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ക്ലാസ് ബി പുഷ് പുൾ പവർ ആംപ്ലിഫയർ വിത്ത് എ നീറ്റ് സർക്യൂട്ട് ഡയഗ്രാം ആൻഡ് ഔട്ട്പുട്ട് വേവ് ഫോം. ആദ്യം ക്ലാസ് ബി പുഷ് പുൾ പവർ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം, അതിൻ്റെ വേവ് ഫോം, അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ കളക്ടർ എഫിഷ്യൻസി, അതിൻ്റെ എഫിഷ്യൻസിയുടെ എഫിഷ്യൻസിയുടെ മാത്തമാറ്റിക്കൽ ഫോർമുല വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാം? 14 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ക്ലാസ് ബി പുഷ് പുൾ പവർ ആംപ്ലിഫയർ ആണ് ചോദിച്ചേക്കുന്നത്. സോ അതിന് മുമ്പായിട്ട് എന്താണ് ക്ലാസ് ബി പവർ ആംപ്ലിഫയർ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. സോ നമ്മൾ പവർ ആംപ്ലിഫയേഴ്സ് അതിൻ്റെ ക്യൂ പോയിന്റിനെ ബേസ് ചെയ്ത് അതിൻ്റെ കണ്ടക്ഷൻ ആംഗിളിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് എ ബി അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതിൽ ക്ലാസ് ബി പവർ ആംപ്ലിഫയർ എന്താണെന്നുള്ളത് പറയാം. സോ ക്ലാസ് ബി പവർ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടക്ഷൻ ആംഗിൾ എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും അതിൻ്റെ കണ്ടക്ഷൻ ആംഗിൾ. അതായത് ഇൻപുട്ട് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 ഡിഗ്രി, ഒരു പോസിറ്റീവ് ഹൗസ് സൈക്കിൾ ഉണ്ടാവും, ഒരു നെഗറ്റീവ് ഹൗസ് സൈക്കിൾ ഉണ്ടാവും. സോ അത് നമ്മുടെ ക്ലാസ് ബി പവർ ആംപ്ലിഫയറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ക്ലാസ് ബി പവർ ആംപ്ലിഫയർ 360 ഡിഗ്രിയിലും കണ്ടക്ട് ചെയ്യില്ല. അത് കണ്ടക്ട് ചെയ്യുന്ന കണ്ടക്ഷൻ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രിയിലാണ് ക്ലാസ് ബി പവർ ആംപ്ലിഫയർ കണ്ടക്ട് ചെയ്യുന്നത്. സോ നമുക്കൊരു ഫുൾ സൈക്കിൾ വേണമെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി പ്ലസ് 180 ഡിഗ്രി, അതായത് രണ്ട് ക്ലാസ് ബി പവർ ആംപ്ലിഫയേഴ്സ് എന്ത് ചെയ്യണം? ക്ലബ് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു ഫുൾ വേവ് കിട്ടും. സോ ഫുൾ വേവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളതിൽ പുഷ് പുൾ കോൺഫിഗറേഷനാണ് യൂസ് ചെയ്യുക. ഓക്കെ, പുഷ് പുൾ കോൺഫിഗറേഷനാണ് യൂസ് ചെയ്യുക. സോ ആ പുഷ് പുൾ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പുഷ് പുൾ ആംപ്ലിഫയർ ഈസ് എ ടൈപ്പ് ഓഫ് ഇലക്ട്രോണിക് സർക്യൂട്ട് ദാറ്റ് യൂസസ് എ പെയർ ഓഫ് ആക്റ്റീവ് ഡിവൈസസ്. അതായത് രണ്ട് ട്രാൻസിസ്റ്റർ ഉണ്ടാവും.
രണ്ട് ട്രാൻസിസ്റ്ററും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള സർക്യൂട്ടാണ് നമ്മുടെ പുഷ് പുൾ പവർ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ദാറ്റ് ആൾട്ടർനേറ്റ്ലി സപ്ലൈ കറൻസ് ടു ഓർ അബ്സോർബ് കറന്റ് ഫ്രം എ കണക്റ്റഡ് ലോഡ്. സോ ദിസ് കൈൻഡ് ഓഫ് ആംപ്ലിഫയർ ക്യാൻ എൻഹാൻസ് ബോത്ത് ദി ലോഡ് കപ്പാസിറ്റി ആൻഡ് സ്വിച്ചിങ് സ്പീഡ്. അതായത് ഇവിടെ രണ്ട് ട്രാൻസിസ്റ്റർ ഉണ്ടാവും. ഒരു ട്രാൻസിസ്റ്റർ ഓൺ ആകുമ്പോൾ രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ എന്തായിരിക്കും? ഓഫ് ആയിരിക്കും. സോ ഫസ്റ്റ് ട്രാൻസിസ്റ്റർ വിൽ കണ്ടക്ട്. ഇനി അടുത്ത സൈക്കിളിൽ രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ ഓൺ ആകുമ്പോൾ ഫസ്റ്റ് ട്രാൻസിസ്റ്റർ ഓഫ് ആയിരിക്കും. അപ്പോൾ രണ്ടും കൂടെ സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 180 + 180 ടോട്ടൽ നമുക്ക് 360 ഡിഗ്രിയിലുള്ള വേവ് ഫോം ഔട്ട്പുട്ടിൽ കിട്ടും. അതാണ് ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയറിൻ്റെ ഒരു വർക്കിംഗ് സെറ്റപ്പ് പ്രിൻസിപ്പിൾ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം കാര്യങ്ങളൊക്കെ നോക്കി എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇതാണ് ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രം. ഓക്കെ, ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രം. സോ ഇതിൽ നിങ്ങൾക്ക് രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് കാര്യങ്ങൾ കാണാം. സോ Q1 Q2 ആണ് നമ്മുടെ രണ്ട് ട്രാൻസിസ്റ്റേഴ്സ്. സോ ആ രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പുഷ് പുൾ ആംപ്ലിഫയർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ ഇൻപുട്ട് ട്രാൻസ്ഫോമർ, ഇതാണ് നമ്മുടെ ഇൻപുട്ട്, ഒരു സൈൻ വേവ്, ഇതാണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ അതൊരു സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമറിലേക്ക് കൊടുത്തിട്ടുണ്ട്. സോ സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമറിൽ നമുക്ക് അപ്പർ സൈഡ് എന്താണ്? ഒരു നോർമൽ സൈൻ വേവ് ആയിരിക്കും കിട്ടുക. ലോവർ സൈഡിൽ അതിൻ്റെ 180 ഡിഗ്രി ഫേസ് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു വേവ് ഫോം ആയിരിക്കും കിട്ടുക. സോ രണ്ട് ട്രാൻസിസ്റ്റർ ഉണ്ട്, രണ്ടും NPN ടൈപ്പാണ്. രണ്ടിൻ്റെയും കളക്ടർ എന്ത് ചെയ്തിരിക്കുകയാണ്? സോറി, കളക്ടർ അല്ല, എമിറ്റർ എന്താണ്? ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. ദെൻ ഇതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് ഒരു ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ വഴിയാണ് നമുക്ക് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. വർക്കിങ്ങിൽ നമ്മുടെ ഇൻപുട്ട് വേവ് ഫോം ഇൻപുട്ട് ട്രാൻസ്ഫോമറിൽ കൊടുത്തിട്ടുണ്ട്. സോ സെക്കൻഡറി സൈഡ് നോക്കുക. അപ്പർ സൈഡ് നോർമൽ വേവ് ആണെങ്കിൽ ലോവർ സൈഡ് എന്താണ്? 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉള്ള വേവ് ഫോം ആയിരിക്കും. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ നോക്കുക. ഇവിടെ ഈ ഒരു ഹാഫ് സൈക്കിൾ എടുക്കുമ്പോൾ ഈ ഒരു ട്രാൻസിസ്റ്റർ എന്തായിരിക്കും? ദിസ് വിൽ ബി ഇൻ ഓൺ സ്റ്റേറ്റ്. ഇതെന്തായിരിക്കും? ഓൺ ആയിരിക്കും. ഇനി അതേ സമയത്ത് ഇവിടെ നെഗറ്റീവ് ആണ്, ഇൻവേർട്ടഡ് ആണ്. സോ ആ നെഗറ്റീവ് വരുമ്പോൾ ഈ ട്രാൻസിസ്റ്റർ എന്തായിരിക്കും? ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആയിരിക്കും. അപ്പോൾ Q1 ഓൺ ആകുമ്പോൾ Q2 എന്താണ്? ഓഫ് ആണ്. സോ ഈ ട്രാൻസിസ്റ്ററിലേക്ക് ഈ വേവ് ഫോം വന്നു കഴിഞ്ഞാൽ ഇത് ഓൺ ആവും. ഈ ഓൺ ആയി കഴിഞ്ഞാൽ ഇത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. സോ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ എത്ര ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും? 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും. സോ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിലായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഇവിടെ ഔട്ട്പുട്ട് ഒന്നും കിട്ടില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ ഓഫ് സ്റ്റേറ്റ്. അത് ഓഫ് സ്റ്റേറ്റിലായിരിക്കും. ഇനി പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കഴിഞ്ഞു അടുത്തൊരു സെക്ഷൻ, ഈ ഒരു സെക്ഷൻ നിങ്ങൾ എടുക്കുക. ഈ ഒരു സെക്ഷനിൽ Q1 എന്തിലേക്ക് പോവും? ഓണിന്ന് ഓഫിലേക്ക് പോവും. സോ Q1 ഓഫ് ആയിരിക്കും. അതേസമയം Q2 എന്തായിരിക്കും? Q2 ഇവിടെ പോസിറ്റീവ് സെക്ഷനാണ്. സോ Q2 എന്താവും? Q2 ഓൺ ആവും. സോ Q2 ഓൺ ആവുമ്പോൾ ലോവർ ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കും, അപ്പർ ട്രാൻസിസ്റ്റർ ഓഫ് ആയിരിക്കും. സോ ലോവർ ട്രാൻസിസ്റ്റർ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോമൺ എമിറ്റർ ഓൺ ആയിട്ട് വർക്ക് ചെയ്യും. സോ ഈ ഒരു വേവ് ഫോമിന് ഇത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എങ്ങനെയായിട്ട് വരും? ഔട്ട്പുട്ട് ഈ രീതിയിലായിട്ട് വരും. ഓക്കെ, ഔട്ട്പുട്ട് ഈ രീതിയിലായിട്ട് വരും. സോ നമ്മളിത് ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി ആണ്. സോ അതിൽ നമ്മൾ VCC എന്ന് പറയുന്ന പവർ സപ്ലൈ ആണ് അതിൻ്റെ ടാപ്പിംഗ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇത് ക്ലബ് ചെയ്തിട്ട് ഈ രണ്ട് വേവ് ഫോമൂടെ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിൽ ആംപ്ലിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള വേവ് ഫോം നമുക്ക് കിട്ടും. സോ 180 + 180 രണ്ട് സൈക്കിളും കൂടെ ക്ലബ് ചെയ്ത് ടോട്ടൽ നമുക്ക് 360 ഡിഗ്രി അവിടെ കിട്ടി, ഔട്ട്പുട്ടിൽ കിട്ടി. ഓക്കെ, സോ 360 ഡിഗ്രി ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടും. സോ രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് അവിടെ ക്ലബ് ചെയ്തിട്ട് 180 ഡിഗ്രി കണ്ടക്ഷൻ + 180 ഡിഗ്രി കണ്ടക്ഷൻ എന്നുള്ള രീതിയിൽ 360 ഡിഗ്രി ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടി. സോ എൻ്റയർ വേവ് ഫോം നമുക്ക് ഔട്ട്പുട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. സോ ഇതാണ് ക്ലാസ് ബി പുഷ് പുൾ പവർ ആംപ്ലിഫയർ വരുന്നത്. ഓക്കെ, സോ നമ്മളതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന അടുത്ത കാര്യം എന്താണ്? എഫിഷ്യൻസി ആണ്. സോ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞാൽ AC പവർ ആണ്, ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ. ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞാൽ DC പവർ ആണ്, പവർ സപ്ലൈ നമ്മൾ കൊടുക്കുന്ന പവറാണ്. സോ ആ റേഷ്യോ ആണ് എഫിഷ്യൻസി. സോ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ AC പവറും DC പവറും വേണം. സോ ആദ്യം ഇൻപുട്ട് DC പവർ ദാറ്റ് ഈസ് ഇൻപുട്ട് പവർ Pin ഓഫ് DC. സോ ഇൻപുട്ട് DC പവർ എന്ന് പറഞ്ഞാൽ പവർ സപ്ലൈ എന്നുള്ളതാണ്. സോ VCC ഇൻറ്റു IDC ആണ്. VCC ഇൻറ്റു IDC. IDC എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് വാല്യൂ ആണ്. സോ ആവറേജ് വാല്യൂ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? ഒരു സൈക്കിൾ അല്ലെങ്കിൽ ഒരു ഡ്യൂറേഷൻ എടുത്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് കളക്ടർ കറണ്ടിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം?
ഐ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ സി മാക്സ് അതിൻ്റെ മാക്സിമം വാല്യൂ സൈൻ തീറ്റ ഫോർ ആംഗിൾ ഏത് റേഞ്ചിലാണ് 0 ആംഗിൾ തീറ്റ അല്ലെങ്കിൽ 0 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ പൈ 0 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ പൈ എടുക്കാൻ കാരണം ഇതിൻ്റെ കണ്ടക്ഷൻ ആംഗിൾ 180 ഡിഗ്രിയാണ്. അതുകൊണ്ട് 0 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ പൈ ഐ സി ഈസ് ഐ സി മാക്സ് സൈൻ തീറ്റ. അപ്പോൾ ആവറേജ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ഐ ഡി സി ആണ് നമ്മുടെ ആവറേജ് വാല്യൂ. സോ 1/2π ഇൻ്റഗ്രൽ 0 to π ഐ സിക്ക് ഐ സി മാക്സ് സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഐ സി മാക്സ് സൈൻ തീറ്റ ഡി തീറ്റ. അപ്പോൾ ഇതിൽ ഐ സി മാക്സ് കോൺസ്റ്റൻ്റ് ആണ്, ഐ സി മാക്സ് പുറത്തേക്ക് വന്നു. സോ ഐ സി മാക്സ് ബൈ 2π വന്നു. ഇൻ്റഗ്രൽ 0 to π സൈൻ തീറ്റ ഡി തീറ്റ. സോ ഇൻ്റഗ്രൽ സൈൻ തീറ്റ ഈസ് മൈനസ് കോസ് തീറ്റ. സോ മൈനസ് കോസ് തീറ്റ അപ്പർ ലിമിറ്റ് പൈയും ലോവർ ലിമിറ്റ് 0 ആണ്. സോ അപ്പർ ലിമിറ്റ് പൈയും ലോവർ ലിമിറ്റ് 0 ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര വരും? ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 വരും. സോ ദീസ് 2 ആൻഡ് ദീസ് 2 ഗെറ്റ് ക്യാൻസൽഡ്. സോ എന്ത് വരും? ഐ സി മാക്സ് ബൈ പൈ വരും. ഇതാണ് ഐ ഡി സി എന്ന് പറയുന്നത്. ഇതാണ് ഐ ഡി സി. ഇനി ഐ ഡി സിയും ബി സി സിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇൻപുട്ട് പവർ ഡി സി പവർ കിട്ടും. സോ ഇൻപുട്ട് ഡി സി പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി സി സി ഇൻറ്റു ഐ ഡി സി. ഐ ഡി സി ഈസ് ഐ സി മാക്സ് ബൈ പൈ. സോ എന്ത് വരും? ഇൻപുട്ട് ഡി സി പവർ എന്ത് വരും? വി സി സി ഇൻറ്റു ഐ സി മാക്സ് ബൈ പൈ വരും. വി സി സി ഇൻറ്റു ഐ സി മാക്സ് ബൈ പവർ. അപ്പോൾ ഒരു പാരാമീറ്റർ കിട്ടി. എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ട ഇൻപുട്ട് ഡി സി പവർ കിട്ടി. ഇനി നമുക്ക് എന്തും കൂടെ വേണം? ഔട്ട്പുട്ട് എ സി പവറും കൂടെ വേണം. സോ ഔട്ട്പുട്ട് എ സി പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എ സി പവർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മുടെ കറൻറ്റും വോൾട്ടേജും കൂടെ ആർ എം എസ് വാല്യൂ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ആർ എം എസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കറണ്ട് എന്താണ്? കളക്ടർ കറണ്ട്. അതിൻ്റെ ആർ എം എസ് വാല്യൂ എന്താണ്? മാക്സിമം വാല്യൂ ബൈ √2 ആണ്. മാക്സിമം വാല്യൂ ബൈ √2 ആണ്. ദെൻ ആർ എം എസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ആർ എം എസ് വാല്യൂ വി സി സി ബൈ √2 ആണ്. വി സി സി ബൈ √2. സോ ആർ എം എസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം വാല്യൂ ബൈ √2 ആണ്. സോ ആ രീതിയിൽ കറണ്ടിൻ്റെ ആർ എം എസ് വാല്യൂയും വോൾട്ടേജിൻ്റെ ആർ എം എസ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ. സോ ഔട്ട്പുട്ട് പവർ ഡ്യൂറിങ് ഹാഫ് സൈക്കിൾ, അതായത് 180 ഡിഗ്രിയാണ് ഇതിൻ്റെ കണ്ടക്ഷൻ ആംഗിൾ. സോ ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് എടുക്കണം. ഓക്കെ. സോ ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സി പവർ ആണ്. പി ഔട്ട് എ സി പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് എടുക്കാൻ കാരണം ഒരു സൈക്കിൾ, ഹാഫ് സൈക്കിൾ മാത്രമേ കണ്ടക്ഷൻ ഉള്ളൂ. സോ ഹാഫ് എടുക്കുക. സോ ഹാഫ് ഇൻറ്റു ഈ കറണ്ടിൻ്റെ ആർ എം എസ് വാല്യൂയും വോൾട്ടേജിൻ്റെ ആർ എം എസ് വാല്യൂയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഐ സി മാക്സ് ബൈ √2 ഇൻറ്റു വി സി സി ബൈ √2. ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഐ സി മാക്സ് ഇൻറ്റു വി സി സി ബൈ 4 എന്ന് വരും. ഐ സി മാക്സ് ഇൻറ്റു വി സി സി ബൈ 4 ആണ് ഔട്ട്പുട്ട് എ സി പവർ. അപ്പോൾ ഔട്ട്പുട്ട് എ സി പവർ നമുക്ക് കിട്ടി. നേരത്തെ നമുക്ക് ഔട്ട്പുട്ട് ഇൻപുട്ട് ഡി സി പവർ കിട്ടി. പവർ സപ്ലൈ എന്നുള്ള ഇൻപുട്ട് ഡി സി പവർ കിട്ടി. ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് എ സി പവർ കിട്ടി. സോ ഓവറാൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈറ്റയാണ്. സോ ഈറ്റ ഈസ് ഓവറാൾ എഫിഷ്യൻസി. സോ ഈറ്റ ഈസ് ഔട്ട്പുട്ട് എ സി പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ഡി സി പവർ. രണ്ടിൻ്റെയും എക്സ്പ്രഷൻ കയ്യിലുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഔട്ട്പുട്ട് എ സി പവർ എന്താണ്? ഐ സി മാക്സ് ഇൻറ്റു വി സി സി ബൈ 4. ഐ സി മാക്സ് ഇൻറ്റു വി സി സി ബൈ 4 ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ഡി സി പവർ എന്താണ്? നേരത്തെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്താണ്? വി സി സി ഇൻറ്റു ഐ സി മാക്സ് ബൈ പൈ. വി സി സി ഇൻറ്റു ഐ സി മാക്സ് ബൈ പൈ. രണ്ടും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൈ ബൈ 4 ആണ് കിട്ടുക. പൈ ബൈ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.785 ഇൻ പെർസെൻറ്റേജിലാണ് എഫിഷ്യൻസി പറയുക. സോ ഇൻറ്റു 100 ചെയ്യാം. സോ എന്ത് കിട്ടും? 78.5. സോ അതാണ് ഇതിൻ്റെ എഫിഷ്യൻസി. ഇതിനെ നമ്മൾ കളക്ടർ എഫിഷ്യൻസി എന്നും പറയാറുണ്ട്, ഡിനോട്ടർ ബൈ ഈറ്റ. സോ 78.5 ആണ് ക്ലാസ് ബി പവർ ആംപ്ലിഫയറിൻ്റെ കേസിലുള്ള എഫിഷ്യൻസി വരുന്നത്. ഓക്കെ. സോ ഈ ഡെറിവേഷനും കാര്യങ്ങളും ഈ ഫൈനൽ വാല്യൂയിലേക്കും കൂടെ നിങ്ങൾ എത്തുക. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 14 മാർക്കാണ് ടോട്ടലി നിങ്ങൾക്ക് വരുന്നത്. 14 മാർക്കാണ് ഈ ഒരു ക്വസ്റ്റിന് വരുന്നത്. സോ ക്ലാസ് ബി പുഷ് പുൾ പവർ ആംപ്ലിഫയറിൻ്റെ വർക്കിംഗ്, സർക്യൂട്ട് ഡയഗ്രാം, പിന്നെ ഡിറൈവ് ദി എക്സ്പ്രഷൻ ആണ്. സോ നിങ്ങളതിൻ്റെ മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് ഒക്കെ ചെയ്ത് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുക തന്നെ വേണം. ഓക്കെ. 14 മാർക്കാണ് വെയിറ്റേജ്. അപ്പോൾ ഇതാണ് പാർട്ട് ബി എന്നുള്ള 2 ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ഓക്കെ. സോ ഇത്രയാണ് നമ്മുടെ അനലോഗ് സർക്യൂട്ട് ജൂൺ 2022 നടന്നിട്ടുള്ള
S4 KTU ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റുഡൻസ് എഴുതിയിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ 5 മൊഡ്യൂളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അടുത്ത സെഷനിൽ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് കാണാം. ടിൽ ദെൻ താങ്ക് യു.